ഹായ്, ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ജേണൽ ആൻഡ് ലെഡ്ജർ, ഈ രണ്ട് ടെർമിനോളജിയെ പറ്റിയാണ്. എന്താണ് ജേണൽ, എന്താണ് ലെഡ്ജർ, അത് തമ്മിലുള്ള വ്യത്യാസം എന്താണ്, ഒഡോയിൽ അതെങ്ങനെ യൂസ് ചെയ്യാം, അതേപോലെ തന്നെ അതിൻ്റെ ഫങ്ഷണാലിറ്റീസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ്. ഫസ്റ്റ് നമുക്കതിൻ്റെ ഡെഫിനിഷനിലേക്ക് പോവാം. ഗൂഗിൾ പ്രകാരം ഉള്ള ഡെഫിനിഷൻ വെച്ചിട്ട് ജേണൽ ആൻഡ് ലെഡ്ജർ, അതിൽ ജേണൽ എന്ന് പറയുന്നത് ക്രൊണോളജിക്കൽ ഓർഡറിലാണ്. ലെഡ്ജർ എന്ന് പറഞ്ഞാൽ അക്കൗണ്ട് ബൈ അക്കൗണ്ടാണ്. അതായത് ലെഡ്ജർ എന്ന് പറയുമ്പം ഓരോ ഇൻഡിവിജ്വൽ അക്കൗണ്ടും അതിൻ്റെ ട്രാൻസാക്ഷൻസ് കാണിക്കും. ജേണൽ എന്ന് പറയുമ്പോൾ ഒരു ക്രൊണോളജിക്കൽ ഓർഡറിലായിരിക്കും. ഫങ്ഷൻ ബേസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ ബുക്ക് ഓഫ് ഒറിജിനൽ എൻട്രി ആണ് ജേണലിൻ്റെ കേസിൽ. ലെഡ്ജർ ആണെങ്കിൽ ബുക്ക് ഓഫ് സെക്കൻഡറി എൻട്രി ആണ്. അതായത് നമ്മൾ ജേണൽ ത്രൂ ആണൊരു എൻട്രി സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ എഫക്റ്റ് വരുന്നത് ഇൻഡിവിജ്വൽ ലെഡ്ജേഴ്സിലേക്കാണ് ഇതിൻ്റെ എഫക്റ്റ് വരുന്നത്. ദെൻ പേർപ്പസ് നോക്കുകയാണെങ്കിൽ ക്ലാസിഫൈ ട്രാൻസാക്ഷൻസ് ആസ് ദേ ഒക്കേർഡ്. നമുക്ക് ട്രാൻസാക്ഷൻ ഇപ്പം ജേണൽ എക്സാമ്പിൾ പറയുകയാണ് സെയിൽസ്, പർച്ചേസ്, ബാങ്ക്, ക്യാഷ്, ക്രെഡിറ്റ് കാർഡ്, ഇതൊക്കെ ജേണലിൻ്റെ പാർട്ടിൽ വരും. അതേപോലെ ലെഡ്ജറിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഇൻകം ലെഡ്ജർ, അതുപോലെ തന്നെ എക്സ്പെൻസ് ലെഡ്ജർ, ലയബിലിറ്റീസ്, അസറ്റ്സ്, ഇതിൻ്റെയൊക്കെ ഇൻഡിവിജ്വൽ ലെഡ്ജേഴ്സ് ആയിട്ടാണ് വരിക. അപ്പോൾ അതിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് സമ്മറൈസ് ട്രാൻസാക്ഷൻ ഫോർ അനാലിസിസ്, സമ്മറി ആയിട്ടുള്ള ട്രാൻസാക്ഷൻസിൻ്റെ സമ്മറീസാണ് നമുക്ക് ലെഡ്ജറിലേക്ക് കിട്ടുന്നത്. ഒടുവിൽ ഇതിൻ്റെ റോൾ എന്ന് പറയുമ്പോൾ ഇൻഡിവിജ്വൽ ട്രാൻസാക്ഷൻ എൻട്രീസ് നമുക്ക് ജേണലിലേക്ക് റെക്കോർഡ് ചെയ്യാം. അതേ സ്ഥാനത്ത് ലെഡ്ജറിലാണെങ്കിൽ എല്ലാ എൻട്രീസും കൂടെ കൺസോളിഡേറ്റ് ചെയ്തിട്ടാണ്, അതായത് ഓരോ അക്കൗണ്ടിലുള്ള കംപ്ലീറ്റ് എൻട്രീസ് കൺസോളിഡേറ്റ് ചെയ്ത് കിട്ടും. ഇപ്പോൾ സെയിൽസിൻ്റെ ജേണലിൽ പോയി കഴിഞ്ഞാൽ അതിൽ നമുക്ക് മൾട്ടിപ്പിൾ ലെഡ്ജേഴ്സിൻ്റെ ലൈൻസ് കാണാൻ പറ്റും. ഇപ്പോൾ ഒരു ഇൻവോയ്സ് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് സെയിൽസ് ലെഡ്ജറിലാണ് പോസ്റ്റ് ആവുന്നത്. ഇപ്പോൾ സെയിൽസ് ലെഡ്ജർ ഇൻവോയ്സ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിൽ പ്രൊഡക്റ്റ് സെയിൽസ് എന്ന് പറഞ്ഞ ലെഡ്ജർ ഉണ്ടാവാം, അതുപോലെ തന്നെ വാറ്റ് ഉണ്ടാവാം, അക്കൗണ്ട് റിസീവബിൾ ഉണ്ടാവാം, കോസ്റ്റ് ഓഫ് സെയിൽസ് ഉണ്ടാവാം, അങ്ങനെ മൾട്ടിപ്പിൾ ലെഡ്ജറുകൾ ഉണ്ടാവാം ആ ഒരു സെയിൽസ് ജേണലിൽ പോയി കഴിഞ്ഞാൽ. ഇതാണ് അതിൻ്റെ ഒരു മേജർ ഡിഫറൻസ് എന്ന് പറയുന്നത്. ഞാൻ നോർമലി അതിന് എക്സാമ്പിളായിട്ട് ഒരു അനലോഗി ആയിട്ട് പറയാറ്, നമ്മളൊരു ജേണൽ എന്നുള്ളതൊരു ബുക്കാണെങ്കിൽ അതിൻ്റെ ഉള്ളിലത്തെ പേജുകളെ നമുക്ക് ലെഡ്ജർ എന്ന് പറയാം എന്നുള്ള രീതിയിലാണ് അനലോഗി പറയാറ്. സോ നമുക്ക് ഒടുവിലേക്ക് വരാം. ഒടുവിൽ വന്നു കഴിഞ്ഞാൽ അക്കൗണ്ടിങ്ങിൽ നമുക്കിവിടെ കോൺഫിഗറേഷനിൽ ചാർട്ട് ഓഫ് അക്കൗണ്ട്സ് കാണാം. ഈ ചാർട്ട് ഓഫ് അക്കൗണ്ട്സിലാണ് എല്ലാ ലെഡ്ജറുകളും ഡിഫൈൻ ചെയ്യുന്നത്. പിന്നെ നമുക്ക് ജേണൽസ് കാണാം. ഈ ചാർട്ട് ഓഫ് അക്കൗണ്ട്സ് എടുത്തു കഴിഞ്ഞാൽ ഇൻഡിവിജ്വൽ ലെഡ്ജറുകൾ അല്ലെ അക്കൗണ്ടുകൾ ലിസ്റ്റ് ചെയ്തത് കാണാൻ പറ്റും. അതിൽ വ്യൂ എടുത്തു കഴിഞ്ഞാൽ കറണ്ട് അസറ്റിൻ്റെ വ്യൂ എടുത്തു കഴിഞ്ഞാൽ എനിക്കിവിടെ അതിൽ ഇൻഡിവിജ്വൽ അക്കൗണ്ടിങ് എൻട്രീസ് കാണാൻ പറ്റും. ഞാനിതിൽ സെയിൽസിൻ്റെ പ്രൊഡക്റ്റ് സെയിൽസിൻ്റെ ലെഡ്ജർ എടുക്കുകയാണ്. പ്രൊഡക്റ്റ് സെയിൽസ് അതിന് ഇൻകമാണ് ടൈപ്പ്. അത് വ്യൂ എടുത്തു കഴിഞ്ഞാൽ എനിക്കിവിടെ അതിലുള്ള ഇൻഡിവിജ്വൽ എൻട്രീസ് കംപ്ലീറ്റ് കാണാൻ പറ്റും, ജേണൽ എൻട്രീസ്. അപ്പോൾ ഇതിൽ ഞാൻ ഗ്രൂപ്പ് ബൈ ജേണൽ കൊടുക്കുകയാണെങ്കിൽ എനിക്കിവിടെ കാണാൻ പറ്റും ഡിഫറെൻറ്റ് ജേണൽസ്. അപ്പം ഇത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും കണക്റ്റഡ് ആണ്, ജേണലും ലെഡ്ജറും കണക്റ്റഡ് ആണ്. ഇതിപ്പോൾ ലെഡ്ജറാണ്, അക്കൗണ്ടുകൾ ഇൻഡിവിജ്വൽ അക്കൗണ്ടുകൾ. ഇനി നമ്മൾ കോൺഫിഗറേഷനിൽ ജേണൽസിലേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ ജേണൽസ് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ജേണൽസിലും ടൈപ്പുകളുണ്ട്. ഇപ്പം ജേണൽസിൽ വരുന്ന ടൈപ്പുകൾ സെയിൽസ്, പർച്ചേസ്, ക്യാഷ്, ബാങ്ക്, ക്രെഡിറ്റ് കാർഡ്, മിസലേനിയസ്, ഇത്രയാണ് ഒടുവിൽ വരുന്ന ജേണലിൻ്റെ ടൈപ്പുകൾ. ഈ ഓരോ ടൈപ്പിനനുസരിച്ചിട്ട് ഫങ്ഷനാലിറ്റീസൊക്കെ ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ സെയിൽസിൻ്റെ ജേണൽ ആണെങ്കിൽ നമുക്ക് സെയിൽസിൻ്റെ ജേണലിലുള്ള ജേണൽ എൻട്രീസ് നമുക്കിവിടെ മേലെ കാണാൻ പറ്റും. ആ ജേണൽ എൻട്രീസിൽ വരുന്ന അക്കൗണ്ടുകൾ ഡിഫറെൻ്റ് ആണ്. ഇവിടെ കണ്ടോ, അക്കൗണ്ടുകൾ ഡിഫറെൻ്റ് ആണ്, പല അക്കൗണ്ടുകൾ ഇതിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇൻ ഷോർട്ട് പറയുകയാണെങ്കിൽ എനിക്കിപ്പോൾ ഒരു ജേണൽ എൻട്രി ചെയ്യണമെന്നുണ്ടെങ്കിൽ അക്കൗണ്ടിങ്ങിൽ ജേണൽ എൻട്രീസ് എടുത്തു കഴിഞ്ഞാൽ ന്യൂ കൊടുക്കുമ്പം ഇവിടെ മേലെ ഫസ്റ്റ് നമ്മൾ സെലക്ട് ചെയ്യുന്നത് ജേണലാണ്. ഇപ്പോൾ മിസലേനിയസിലാണ്, മിസലേനിയസ് സെലക്ട് ചെയ്യും. അതിനുശേഷം നമ്മൾ ഇൻഡിവിജ്വൽ ലെഡ്ജേഴ്സ് സെലക്ട് ചെയ്തിട്ടാണ് പോസ്റ്റ് ചെയ്യുന്നത്. ബേസിക്കലി ഈ മിസലേനിയസ് എന്ന് പറഞ്ഞ ജേണൽ എടുത്തു കഴിഞ്ഞാൽ ഈ പെർട്ടിക്കുലർ ഡേറ്റിൻ്റെ ഈ വൗച്ചർ നമ്പറിലുള്ള ജേണൽ എടുത്തു കഴിഞ്ഞാൽ നമുക്കതിൽ വന്ന ഇൻഡിവിജ്വൽ ലെഡ്ജേഴ്സും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള എൻട്രികളൊക്കെ കാണാൻ പറ്റും. അതാണ് അതിൻ്റെ ഒരു കേസ്. ഇനി നമുക്ക് ഈ ജേണലും ലെഡ്ജറുമായിട്ടുള്ള മാപ്പിംഗ്, അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടറാണ്, പ്രത്യേകിച്ച് ക്യാഷ്, ബാങ്ക്. ഞാൻ കോൺഫിഗറേഷനിൽ ജേണൽസ് എടുത്തു കഴിഞ്ഞാൽ ബാങ്ക് ജേണൽ ഓപ്പൺ ചെയ്യുകയാണ്. ജേണലിൻ്റെ പേര് ബാങ്കാണ്, ടൈപ്പ് ബാങ്കാണ്. ഇവിടെ നമുക്ക് ബാങ്ക് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു മാപ്പിംഗ് ഉണ്ട്. ഇത് ലെഡ്ജറാണ് മാപ്പിംഗ്. അതുപോലെ ഇൻകമിങ് പേയ്മെൻറ്റ്സിൽ ഇവിടെ നമ്മൾ ബാങ്ക് അക്കൗണ്ട് മാപ്പ് ചെയ്ത് കൊടുക്കണം.
ഇത് കൊടുക്കാത്തത് കൊണ്ടാണ് പല സ്റ്റേജിലും നമ്മൾ ഇൻ പേയ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇൻവോയ്സ് ഒക്കെ പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാലും ഇൻ പേയ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നതിൻ്റെ ഒരു ബേസിക് റീസൺ ഈ ഒരു മാപ്പിംഗ് മിസ്സാവുന്നത് കൊണ്ടാണ്. ഈ മാപ്പിംഗ് മിസ്സാവുന്ന സമയത്ത് ബാങ്ക് ലെഡ്ജറിലേക്ക് പോകുന്നതിന് പകരം ഔട്ട്സ്റ്റാൻഡിങ് റെസിപ്റ്റ് ഔട്ട്സ്റ്റാൻഡിങ് പേയ്മെൻറ്റിലേക്കൊക്കെ ട്രാൻസാക്ഷൻ വന്ന് എൻട്രി ആവും. അതുപോലെ തന്നെ ഔട്ട് ഗോയിങ് പേയ്മെൻറ്റ് കേസിൽ നമ്മളിവിടെ ലെഡ്ജർ മാപ്പ് ചെയ്ത് കൊടുക്കണം. ഇത്രയൊക്കെയാണ് ജേണലും ലെഡ്ജറും തമ്മിലുള്ള വ്യത്യാസം. അതിൽ നമുക്ക് ലെഡ്ജറിന് സീക്വൻസുകൾ ഉണ്ടാവില്ല, അതിന് പകരം അക്കൗണ്ട് കോഡുകളാണ് ഉണ്ടാവുക. ജേണലാകുന്ന സമയത്ത് നമുക്ക് സീക്വൻസ് നമ്പറുകൾ ഉണ്ടാവും. ഓരോ ജേണൽ എൻട്രിയും ഓരോ ജേണലുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ അതിന് വൗച്ചർ നമ്പർ ഉണ്ടാവും. സീക്വൻസ് അല്ലെങ്കിൽ വൗച്ചർ നമ്പർ. ലെഡ്ജറിലാണെങ്കിൽ നമുക്ക് അക്കൗണ്ട് കോഡാണ് ഉണ്ടാവുക. ഇപ്പോൾ കസ്റ്റമർ ഇൻവോയ്സ് എടുത്തു കഴിഞ്ഞാൽ ഡീഫോൾട്ടായിട്ട് അത് കിടക്കുന്നത് സെയിൽസ് എന്ന് പറഞ്ഞ ജേണലായിരിക്കും. അതേപോലെ തന്നെ പർച്ചേസാണ്, വെണ്ടർ ബില്ലാണെന്നുണ്ടെങ്കിൽ പർച്ചേസ് എന്ന് പറഞ്ഞ ജേണലായിരിക്കും അത് ഡീഫോൾട്ടായിട്ട് കിടക്കുക. ഇവിടെ കാണാം. ഞാനിപ്പോൾ ഡാഷ്ബോർഡ് എടുത്തു കഴിഞ്ഞാൽ എനിക്കിവിടെ ജേണൽസിൻ്റെ ലിസ്റ്റ് കാണാൻ പറ്റും. ബാങ്ക്, പർച്ചേസ്, സെയിൽസ്, ക്യാഷൊക്കെ. ഇതിൻ്റെ ഉള്ളിൽ പോയി കഴിഞ്ഞാൽ എനിക്ക് ഇൻഡിവിജ്വൽ ട്രാൻസാക്ഷൻസ് കാണാം. ആ ട്രാൻസാക്ഷൻസിൽ കംപ്ലീറ്റ് അക്കൗണ്ടുകൾ അല്ലെങ്കിൽ ലെഡ്ജറുകൾ കണക്റ്റഡ് ആയിരിക്കും. ഓക്കെ, താങ്ക് യു.